ഐതിഹ്യങ്ങളും കേട്ടുകേഴ്വികളും എന്തുതന്നെയായാലും നാഗർകോവിൽ, തിരുനെൽവേലി, മധുര, തഞ്ചാവൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥരാണ് മുഖ്യ പങ്കും. ശ്രീലങ്കയിൽ നിന്ന് പോലും വിശ്വാസികൾ എടത്വ പള്ളിയിൽ എത്താറുണ്ട്. തെക്കൻ തിരുവിതാംകൂറിൽ നിന്നും തമിഴ്നാട്ടിലെ കന്യാകുമാരി, മധുര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇന്നും ധാരാളം വിശ്വാസികൾ ഇവിടെ എത്തുന്നുണ്ട്. 50-60 വർഷങ്ങൾക്ക് മുമ്പ് യാത്രാ സൗകര്യം തീരെ ഇല്ലാതിരുന്ന കാലത്തും ആളുകളെ ഇവിടത്തേക്ക് ആകർഷിച്ച വിശ്വാസത്തിൻ്റെ തീവ്രത തന്നെയായിരിക്കണം. അക്കാലത്ത് കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെട്ടിരുന്ന ആലപ്പുഴ തിരുവിതാംകൂറിലെ പ്രധാന വാണിജ്യ കേന്ദ്രം. എല്ലാ വർഷവും ഏപ്രിൽ 27 കൊടിയേറുന്ന എടത്വയിലെ വിശുദ്ധ ഗീവർഗീസ് സഹാദായിയുടെ തിരുനാൾ മെയ് 14 അവസാനിക്കുന്നത്. പ്രധാന തിരുനാൾ ദിവസം മാത്രമാണ് ഇടപ്പള്ളിയിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധൻ്റെ തിരുസ്വരൂപം പ്രദക്ഷിണത്തിനായി പള്ളിക്ക് പുറത്തിറക്കുന്നത്. ഐതിഹ്യങ്ങളും വിശ്വാസങ്ങൾക്കും അതീതമായി വിശുദ്ധ ഗീവർഗീസ് സഹാദായിയുടെ അത്ഭുത ശക്തി തന്നെയാണ് ജനലക്ഷങ്ങളെ എടത്വയിലേക്ക് ആകർഷിക്കുന്നത്. ഏപ്രിൽ 27 മുതൽ മെയ് 7 വരെയാണ് ദക്ഷിണ ദേശക്കാരുടെ തീർത്ഥാടന കാലം. മെയ് 8 മുതൽ 14 വരെ നാട്ടുകാരുടെ മധ്യ തിരുവിതാംകൂറുകാരുടെ 8ാം ഇടം. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്ക് പരിധിയിൽ വരുന്ന ചമ്പക്കുളം ബ്ലോക്കിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് എടത്വ.